മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു AM ട്രാൻസ്മിറ്റർ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഉൾപ്പെടെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് AM ട്രാൻസ്മിറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ ഒരു സർക്യൂട്ടിൽ 2 ട്രാൻസിസ്റ്ററുകൾ ഉണ്ട്. ഇതിലെ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ മോഡുലേറ്ററായിട്ടും രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഓസിലേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു. ഈ ഒരു സർക്യൂട്ട് അസംബിൾ ചെയ്തതിന് ശേഷം പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഒരു സർക്യൂട്ടിലെ ഓസിലേറ്റർ ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ ഒരു ഓഡിയോ സിഗ്നൽ കൊടുക്കുമ്പോൾ ആ ഒരു ഓഡിയോ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഈ ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് വ്യത്യാസമുണ്ടാകുന്നു. ഇതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൻറ്റിന ഈ റേഡിയോ സിഗ്നലിനെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സിമ്പിളായിട്ടുള്ള സർക്യൂട്ടിൽ ഈ പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ ഒരു സർക്യൂട്ടിനെ ഞാൻ ഈ PCBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു PCBയുടെ ലേഔട്ട് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. BC558ൻ്റെ 2 ട്രാൻസിസ്റ്ററുകളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ ട്രാൻസിസ്റ്റർ PNP ട്രാൻസിസ്റ്റർ ആണ്. ഫ്രണ്ട്സ്, ഈ ഒരു 100 കിലോ ഓംസിൻ്റെ വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് മോഡുലേഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഴയ ഫിലിപ്സ് റേഡിയോയിൽ നിന്നും റിമൂവ് ചെയ്തെടുത്ത മീഡിയം വേവ് ഓസിലേറ്റർ കോയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു ട്രാൻസ്മിറ്ററിൽ പ്രൊഡ്യൂസ് ആകുന്ന കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു വേരിയബിൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഈ ഒരു വേരിയബിൾ കപ്പാസിറ്റർ ഒരു പഴയ റേഡിയോയിൽ നിന്നും ഞാൻ റിമൂവ് ചെയ്തെടുത്തതാണ്. ഫ്രണ്ട്സ്, എല്ലാ കമ്പോണൻറ്റുകളും ഈ ഒരു PCBയിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ബാറ്ററി കണക്ടറും ഓഡിയോ ഇൻപുട്ടിന് ആവശ്യമായിട്ടുള്ള 3.5 മില്ലിമീറ്റർ ഓഡിയോ ജാക്കും ഇതിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു PCBയിൽ ചെറിയൊരു ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ടെലിസ്കോപ്പിക് ആൻറ്റന വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കണക്ട് ചെയ്യാം. ടെലിസ്കോപ്പിക് ആൻറ്റിന ഇളകിപ്പോകാതിരിക്കാൻ ഇതുപോലെ നമുക്ക് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഈ PCBയിലേക്ക് ഈ ആൻറ്റിന ഒട്ടിച്ചു ചേർക്കാം.
ഇനി ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ടും ഈ ഒരു ടെലിസ്കോപ്പിക് ആൻറ്റിന തമ്മിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഈ ഒരു AM ട്രാൻസ്മിറ്റർ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഇന്നത്തെ AM ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.